ഇപ്പോഴത്തെ സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കണക്ട് ചെയ്തോളൂ. ഒരു അല്ല ആണല്ലോ, എന്നും ഈശ്വര വിശ്വാസത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ്. തീപിടുത്തമുണ്ടായി, അന്നെന്താ പറഞ്ഞത്? ഞാൻ ചരിത്ര വിദ്യാർത്ഥിയാണ്. ഒരു തീപിടുത്തം ഉണ്ടായെന്ന് പറഞ്ഞപ്പം ഒരു അന്ധവിശ്വാസം ഇല്ലാതായി എന്ന് പറഞ്ഞ അന്നത്തെ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയെ ഞാൻ ഓർക്കുന്നു. 68 ഗോപാലസേന രൂപീകരിച്ചു. ഗോപാലസേന രൂപീകരിച്ചപ്പം കറുത്ത മുണ്ട് വാങ്ങിയിട്ട് പോകുമ്പം അവർക്ക് കൊടുത്ത ഡയറക്ഷൻ അന്നത്തെ ദേശാഭിമാനി വന്നത് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ ശബരിമല പോകാൻ കറുത്ത മുണ്ടല്ല, ഗോപാലസേനയുടെ ഡ്രസ്സാണ്, അതിനുവേണ്ട യൂണിഫോമാണ് വാങ്ങേണ്ടതെന്ന് പറഞ്ഞ പാർട്ടിയാണ് എന്ന് അനുകൂലിച്ചിട്ടുള്ളത്. ഇപ്പോൾ അനുകൂലിക്കുന്നു. വൈകി വന്ന വിവേകമാണെങ്കിൽ അത് നല്ലതാണ്. ഞാൻ ഈ രണ്ട് കൂട്ടരും, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്, അന്നത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്, ഒരു ക്ഷേത്രം തീ പിടിച്ച് നശിച്ചു എന്ന് പറഞ്ഞപ്പം ഒരു അന്ധവിശ്വാസം ഇല്ലാതായെന്ന് പറഞ്ഞ തിരുക്കൊച്ചി, അന്ന് മലബാറില്ല, തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി ഞാൻ ഓർക്കുന്നു, കോൺഗ്രസ്സുകാരനെ. ഈ രണ്ടുപേരുടെ നിലപാടിതാണ്. അതുകൊണ്ടാണ് ഇതിനെതിരായിട്ട് ഇന്ന് ഇവരുടെ നിങ്ങളെ ഈ ഞായറാഴ്ച ദിവസം ഇപ്പം ഞാനിങ്ങോട്ട് ഇന്ന് പറയാനുണ്ടെന്ന് പറയാനിടയായത്. അല്ല, തന്ത്രിയുടെ അകത്താണ് കോടതി പറഞ്ഞത്. മറ്റുള്ളവരെ സംബന്ധിച്ച് എനിക്കറിയില്ല ആരൊക്കെ പ്രതികളാണ് ആരൊക്കെ പ്രതികളിലെന്ന് എനിക്കോ നിങ്ങൾക്കോ ആർക്കും പറയാൻ സാധിക്കില്ല. അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റിപ്പോർട്ടല്ലാതെ വേറൊന്നും നമുക്കറിയാൻ സാധിക്കുന്നില്ല. ആ റിപ്പോർട്ടുകളുടെ ബേസിൽ ഞാനെല്ലാം വായിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവർ ഒരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് ഇപ്പോഴും ഇരിക്കുന്ന, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് ഇപ്പോഴും ഇരിക്കുന്ന, സെക്രട്ടേറിയറ്റോ ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്ന ആൾ ഉൾപ്പെടെ ഉള്ള ജയിലിലല്ലേ. അതിൽ 90 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്കിപ്പം പിന്നെ സ്വാഭാവിക ജാമ്യം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വരുന്ന സമയത്ത് ഇതെല്ലാം അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഏതായാലും ഈ മോഷണക്കുറ്റത്തിൽ നിന്നും ആരെയും രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. ആരാണോ കുറ്റവാളികൾ, പക്ഷേ അത് വൈര്യനിരാന ബുദ്ധി പോയതാണെന്നുള്ള തന്ത്രിയുടെ പ്രസ്താവനയെ ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് അനുകൂലമായ 91 പേജിൽ എല്ലാ കാര്യവും വിശദീകരിച്ചുകൊണ്ട് ഒരു ന്യായാധിപൻ, അത് ഉന്നത ന്യായാധിപൻ, വിജിലൻസ് കോടതിയുടെ ജഡ്ജി അത് എഴുതിയാൽ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ഇത് മര്യാദയാണ്? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ കേരളം? അതുകൊണ്ട് ഇതാണ് എനിക്ക് ഈ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയാണ്. ദൗർഭാഗ്യകരമാണ് ഇത്. അവരെ പിൻവലിക്കണം എന്നാണ് എനിക്ക് അവരുടെ അഭ്യർത്ഥന. BJP നേതാവ് എന്ന നിലയിലാണോ, ഒരു അഭിഭാഷകൻ എന്ന നിലയിലാണോ താങ്കൾ നട അടച്ചിടാൻ പറഞ്ഞത്? അതാണ് ബിനോയ് വിശ്വം ചോദിച്ചത്. അങ്ങനെ നട അടച്ചിടാൻ തന്ത്രിയോട് പറയാൻ അത് അറിയാൻ ബിനോയ് വിശ്വത്തിന് അത്യാവശ്യം വിവരമുള്ള ആളാണെന്ന് ഞാൻ കരുതുന്നത്. അദ്ദേഹം കേരള ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് എൻ്റെ വീക്ഷണത്തിൻ്റെ ഇവിടുത്തെ അവരെ ഞാൻ കോൺഗ്രസ് ഓഫീസൊക്കെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത് എന്താ എൻ്റെ പ്രതിമ വെക്കണമെന്ന് അവർ പറഞ്ഞ് പ്രസംഗിച്ചത് നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? പക്ഷേ ആ കോൺഗ്രസ് പാർട്ടി ചെയ്തത് അതേ ഉണ്ടോ ഇവിടെ എനിക്കറിയില്ല, അല്ല അറിയില്ല. വീക്ഷണത്തിൻ്റെ പ്രധാന ലേഖകൻ അദ്ദേഹമാണ് എനിക്കെതിരായിട്ട് കേസ് കൊടുത്തത്. ആ കേസ് അഡ്മിഷന് വേണ്ടി 2-3 കൊല്ലം എടുത്തു. അഡ്മിഷൻ സ്റ്റേജിൽ തന്നെ അത് റദ്ദ് ചെയ്തുകൊണ്ടുള്ള വിധിന്യായമുണ്ട്. ആ വിധിന്യായത്തിൽ അത് പറയാനാണ് ഞാനിത് പ്രധാനമായിട്ട് ഈ ബുക്ക് എഴുതിയത്. ഇതൊന്നും ആരും വായിക്കാത്തൊരു നാടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ക്വാഷ് ചെയ്തു. ആ ക്വാഷ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ശ്രീധരൻപിള്ളയെപ്പോലുള്ളൊരു അഭിഭാഷകനോട് തന്ത്രി ഉപദേശം തേടിയിട്ടുണ്ടെങ്കിൽ നിയമവിദഗ്ധനായ അദ്ദേഹത്തോട് ഒരു തെറ്റുമില്ലെന്നാണ്. അപ്പോൾ താങ്കൾ ചോദിച്ച പോലെ അത് അഭിഭാഷകൻ നിലക്കാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ശബരിമലയിൽ സ്വർണ്ണക്കള്ള നടന്നു എന്നത് വസ്തുതയാണല്ലോ. അപ്പോൾ അതിൽ തന്ത്രി തെറ്റുകാരനല്ല എന്നാണ് ശ്രീധരൻ എന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇവിടെ കോടതി പറഞ്ഞ ദർ ഇസ് നോ അയോട്ട ഓഫ് എവിഡൻസ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എല്ലാം പരിശോധിക്കാൻ അദ്ദേഹത്തിനല്ലേ അവകാശമുള്ളൂ. നിങ്ങൾക്ക് കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എനിക്കൊക്കെ പറയാൻ പറ്റും. പരിശോധിച്ച ആൾ പറയുന്നു ദർ ഇസ് നോ അയോട്ട ഓഫ് എവിഡൻസ്. നാളെ നിങ്ങളൊരാൾ പ്രതിയായാൽ നിങ്ങൾ ആലോചിക്കുക, തെളിവിൻ്റെ കണിക പോലും ഇല്ല എന്ന് പറഞ്ഞാൽ തെളിവ് എന്ത്? നിങ്ങളങ്ങനെ തോക്കിനകത്ത് കയറി വെടി വെക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ഇത് പ്രോസിക്യൂഷൻ്റെ പരാജയമെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ വായിച്ചോ? അല്ല, സർക്കാർ അപ്പീൽ പോലെ പോട്ടെന്ന്. അതിന് പകരം പെരും കള്ളനാണെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നതിന് ന്യായീകരിക്കുക. അത് ന്യായീകരിക്കാൻ പാടില്ല. നിങ്ങളുടെ ചാനലിൻ്റെ ഫസ്റ്റ് ഉദ്ഘാടനത്തിന് അന്ന് വൈകുന്നേരത്തെ ആദ്യം ഞാനായിരുന്നു പങ്കെടുത്തത്. അപ്പോൾ നിങ്ങളാരും ഒന്നില്ല. അല്ലല്ല, എൻ്റെ തെരഞ്ഞെടുപ്പ് ഞാൻ എൻ്റേതായ വഴികളുണ്ട്. ഞാനതിന് ഒന്നും എന്നെ സംബന്ധിച്ച് പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ല എന്നെ സംബന്ധിച്ചിടത്തോളം.
പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ ഞാനുണ്ടാവും കഴിയുന്നത്ര. നടയടയ്ക്കാൻ പറഞ്ഞത് ഒരു സുവർണാവസരമായിട്ട് സാറിന് വരുന്നു. ആ സുവർണാവസരത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയല്ലേ ഇപ്പോഴും. നിങ്ങളെല്ലാവരും ഈ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിച്ച ഏറ്റവും നല്ല പദം സുവർണാവസരമാണ്. അതറിയണമെന്നുണ്ടെങ്കിൽ ആ കാലത്ത് തന്നെ ഈ ശബരിമലയെ പറ്റി തന്നെ എസ് രാമേന്ദ്രൻ, നമ്മുടെ രാമേന്ദ്രൻപിള്ള സാറ്, അന്നത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എഴുതിയ ചിന്തയിലെ ലേഖനത്തിൻ്റെ ഹെഡിങ് ഇതൊരു സുവർണാവസരമാണ് നവോത്ഥാനത്തിനുള്ളതെന്നാണ്. അപ്പോൾ ഈ നവോത്ഥാനം എന്ന പദത്തെ നിങ്ങൾ അപമാനിക്കരുത്. ഞാൻ മത്സരിക്കുന്ന ആര് പറഞ്ഞു? അല്ല, ഒരു മടങ്ങി വരവിൻ്റെ ആവശ്യമില്ല. ഞാൻ ഗവർണർ സ്ഥാനത്തിരുന്ന ആളാണ്. എനിക്ക് മത്സര രംഗത്ത് ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് എപ്പോഴും ആവർത്തിക്കുന്നത്? ഇന്നലെ അവിടെ പറഞ്ഞു, അതിലെ പത്രങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ. എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം ഞാൻ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. BJP പുതിയ തലമുറ വരുന്നു. പുതിയ തലമുറയ്ക്ക് ജനങ്ങൾ അംഗീകാരം നൽകട്ടെ. BJPക്ക് ഒരു സുവർണാവസരമാണ് ഞാൻ ഇതിനെ കരുതുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകം ശബരിമലയെ അടിസ്ഥാനമാക്കി? അതൊന്നുമല്ല സാർ, 10 പുസ്തകങ്ങൾ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഇന്നലത്തെ ജന്മഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ആ 10 പുസ്തകങ്ങളുടെയും ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അവർക്ക് ഒരാൾ സ്പോൺസർ ചെയ്ത് കൊടുത്ത പരസ്യം അത് 10 പുസ്തകങ്ങൾ, 12 പുസ്തകങ്ങൾ ഞാൻ എഴുതി 4 മാസം കൊണ്ട്. ഇനി ഓരോന്നും നിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അതുകൊണ്ട് പ്രചരണം വേണ്ട, പ്രചരണം ഇതിനാവശ്യമായി വന്നുകൊണ്ട് ചെയ്തതാണ്.